നിന്റെ തൊലി ഉരിഞ്ഞുപോയി. സ്വന്തം ഉമ്മാനെ വൃദ്ധസദനത്ത് കൊണ്ടാക്കിയിട്ട് നാട്ടില് മാന്യനായി നടക്കാൻ എങ്ങനെയാ നിനക്ക് കഴിയണത്? അന്നെ എന്റെ മരുമോനായി കിട്ടിയാല് ഞാൻ കുറച്ചൊന്നുമല്ല അഭിമാനിച്ചത്. നാട്ടുകാരെയും കുടുംബക്കാരെയും ഇടയില് ഈ കാരണം ഞാൻ വല്ലാണ്ട് തല പൊക്കിയാ നടന്നത്. പക്ഷേ സമൂഹത്തിന്റെ മുമ്പില് എല്ലാരെ തല ഈ താത്തിക്കളഞ്ഞ്. ഉപ്പ ഞാൻ പറയട്ടെ? വേണ്ട, എനിക്ക് പല ന്യായങ്ങളും എന്നോട് പറയാനുണ്ടാവും. പക്ഷേ പെറ്റു പോറ്റി വളർത്തിയ സ്വന്തം അമ്മേനോട് കണ്ണി ചോരയില്ലാത്ത ഈ ക്രൂരത കാണിച്ച എന്റെ ന്യായം കേൾക്കാൻ എനിക്ക് സമയമില്ല. എന്റെ ഉമ്മാക്ക് ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഇതുവരെ എന്റെ വീട്ടിൽ കിട്ടിയിരുന്നില്ല. ശരിയാണ്, അതെനിക്കറിയാം. എന്റെ മോളെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ കുറ്റം പറയുന്ന ഓളല്ല, അന്നയാ. അനുസരണ ഇല്ലാത്ത പെണ്ണുങ്ങൾ അടിച്ച് ശരിയാക്കണം. എന്റെ ഉമ്മാനെ നോക്കുന്ന കാര്യത്തില് എന്റെ മോള് സഹായിച്ചിട്ടില്ലെങ്കിൽ ചപ്പക്കുറ്റി നോക്കി കൊടുക്കേണ്ടി വരും. അത് ചെയ്തോ? ആ പരീക്ഷണം കൂടെ ചെയ്ത് തോറ്റിട്ട് ഉമ്മാനെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ കുറ്റം പറയില്ലേനു. ഉമ്മാനെ കൂടെ കൂട്ടിക്കൂടായിരുന്നോ? ഇപ്പൊ ഇവിടെ ആര് വരുന്നു? എനിക്ക് വലിയ സന്തോഷാ. എന്റെ മോക്കിപ്പം വീട്ടിൽ നല്ല സുഖാണല്ലോ അല്ലേ? ഇപ്പൊ എന്തൊരാശ്വാസാന്നറിയോ? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കല്ലേ? ഇതാണോ ജീവിതം? ഈ സന്തോഷം നിലനിൽക്കേണ്ടതല്ല. ഇതിന്റെ പേരിൽ 100 ഇരട്ടി കണ്ണീര് കുടിക്കാൻ തയ്യാറായിക്കോ. പക്ഷേ അത് നിന്റെ അടുത്തേക്ക് ഓടി വരരുത്. കാരണം എന്റെ മോളാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. അല്ലേ ഈ വാപ്പ മരിച്ചു പോയി നീ അങ്ങോട്ട് കണക്കായിക്കാളാ. ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അന്റെ മയ്യത്ത് ഞാൻ പള്ളി കാട്ടിക്കൊടുക്കും. ഏഷണി പരദൂഷണം കൊണ്ട് സ്വന്തം മോളെ ജീവിതം തകർത്ത ഇയൊക്കെ ഒരു ഉമ്മയാണോ? മക്കൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ട ആളാ. എന്നിട്ട് പോവുക. വയസ്സായൊരു പാവ ഉമ്മക്കെതിരെ മകളെ കൊണ്ട് ആയുധെടുപ്പിക്കാൻ. അന്റെ കണക്കിന് മോളിപ്പോ നല്ല സുഖത്തിലാ. അത് അധിക കാലം ഉണ്ടാവില്ല. ദുനിയാവിലും ആഹ്റത്തിലും പടച്ചോന്റെ ശാപം നിങ്ങൾക്ക് രണ്ടാക്കുണ്ടാകുകയാണെങ്കിൽ അതിലെനിക്ക് ഒരു പങ്കുമില്ല.